ഞാൻ മുമ്പ് ഇവിടെ വന്നിട്ടുള്ളത് ഒരു പത്ര റിപ്പോർട്ടർ എന്നുള്ള നിലയ്ക്ക് ഈ സമ്മേളനങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. 80കളിലെ ഒരു സമ്മേളനം, അതിലെ ഒരു യോഗം റിപ്പോർട്ട് ചെയ്യാൻ വന്നത് ഇന്നും അന്നത്തെ ആ യോഗം, ആ സമ്മേളനം എൻ്റെ മനസ്സിൽ നിന്നും പച്ചപിടിച്ച് നിൽപ്പുണ്ട്. ഇവിടെ അന്ന് ഇതിൻ്റെ വൈസ് പ്രസിഡൻറ്റോ മറ്റോ ആയിരുന്ന ശ്രീ മുടീത്ര ഭാസ്കര പണിക്കർ, അദ്ദേഹം പറഞ്ഞതനുസരിച്ചിട്ട് തിരുവല്ലയിൽ നിന്ന് ശ്രീ MP മന്മഥനെ കൂടെ കൂട്ടിയാണ് ഞാൻ അന്ന് ഇവിടെ ഈ യോഗത്തിൽ സംബന്ധിക്കാനെത്തുന്നത്. ഇവിടെ എത്തിയ അന്നത്തെ ആ സമ്മേളനത്തിലെ അധ്യക്ഷനായിരുന്നു ശ്രീ മന്മഥൻ. ആ സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് സ്വാമി സത്യാനന്ദ സരസ്വതിയായിരുന്നു. ആ സമ്മേളനത്തിൽ ഞാനന്ന് കണ്ട ഒരു വിശിഷ്ടമായ കാഴ്ച, മന്മഥൻ സാറും സ്വാമിജിയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആദരസൂചകമായ വാക്കുകളിലൂടെ പരസ്പരം ബഹുമാനം ചൊരിയുന്നതാണ്. മന്മഥൻ സാറ് സംപൂജ്യനായ സ്വാമിജിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പാദനമസ്കാരം ചെയ്യുന്നു എന്ന് പറഞ്ഞപ്പോൾ സ്വാഭാവികമാണ്, ഒരു സന്യാസി വര്യനെ ആരും പാദപൂജ ചെയ്യാൻ ആഗ്രഹിക്കും. ആ നിലയ്ക്ക് നമ്മളത് കണ്ടു. തുടർന്ന് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തപ്പോൾ സ്വാമിജി അക്ഷരാർത്ഥത്തിൽ മന്മഥൻ സാറിൻ്റെ പാദ നമസ്കാരം ചെയ്യുന്നത് കണ്ടു. അതിൻ്റെ കാരണം, സ്വാമിജി അന്ന് പറഞ്ഞു, ഇത് എൻ്റെ ഗുരുവാണ്, ഞാൻ MG കോളേജിലാണ് പഠിച്ചത്, എൻ്റെ അധ്യാപകനാണ് ഈ ഇരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു. ആ കാഴ്ച എൻ്റെ മനസ്സിൽ നിന്നുമുണ്ട്. ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യുന്ന വിഷയം സനാതനധർമ്മവും മാധ്യമങ്ങളും എന്നുള്ളതാണ്. വർഷങ്ങളായിട്ട് ഈ സമ്മേളനം ചർച്ച ചെയ്യുന്ന വിഷയമാണ് സനാതന ധർമ്മത്തെ പറ്റിയുള്ളത്. എല്ലാ ദിവസവും വൈകുന്നേരത്തെ ഇവിടുത്തെ സഭയിൽ മഹർഷി വര്യന്മാർ അക്കാര്യങ്ങൾ വളരെ വിശദമായി സംസാരിക്കുന്നുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. സനാതനധർമ്മത്തെ മാധ്യമങ്ങൾ എങ്ങനെ നോക്കിക്കാണുന്നു എന്നുള്ള ഒരു വിഷയം നിങ്ങളുടെ മുന്നിൽ വെച്ചുകൊണ്ട് ഹ്രസ്വമായ എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കാം എന്ന് ഞാൻ വാക്ക് തരികയാണ്. ഇവിടെ ശ്രീ സുനിലും ഷാജിനുമൊക്കെ സംസാരിച്ചപ്പോൾ സനാതനധർമ്മത്തിൻ്റെ ഏറ്റവും വലിയ ആഘോഷം പ്രയാഗരാജിൽ നടക്കുന്നതിനെ പറ്റി പറഞ്ഞു. അതിൽ പ്രയാഗരാജിൽ നമ്മുടെ മലയാള മാധ്യമങ്ങൾ അവിടെ കണ്ടത്, അവിടെ ഉണ്ടായ ഒരു അപകടത്തിൻ്റെ വാർത്ത മാത്രമാണ് എന്നും അദ്ദേഹം പറഞ്ഞു. യഥാർത്ഥത്തിൽ കുംഭമേള വരുമ്പോൾ, ഇതിപ്പോൾ 140 വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന മഹാകുംഭമേളയാണ് ഇപ്പോൾ നടക്കുന്നത്. ഇവിടെ സുനിൽ പറഞ്ഞതുപോലെ നമ്മുടെ കേരളത്തിൻ്റെ 10 മടങ്ങിലേറെ ആളുകൾ ഇതുവരെ അവിടെ വന്ന് കുളിച്ച് ആചാരങ്ങൾ പാലിച്ച് പോയി കഴിഞ്ഞു. ഈ ഒരു സമ്മേളനം നടക്കുമ്പോൾ, ഈ ഒരു ആഘോഷം നടക്കുമ്പോൾ നമ്മുടെ മാധ്യമങ്ങൾ നമുക്ക് പകർന്നു തന്നിട്ടുള്ള ഹൈലൈറ്റ് എന്താണ്? കുംഭമേള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മുന്നിലേക്ക് പെട്ടെന്ന് എത്തുന്നത് കുറേ നഗ്ന സന്യാസിമാരുടെ ചിത്രമാണ്. ഈ വർഷത്തെ ഹൈലൈറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്നത് എന്താ? മൊണാലിസയാണ്. ആരാണ് മൊണാലിസ? അവിടെ മാല വിൽക്കാൻ വന്ന ഒരു പെൺകുട്ടി. ആ പെൺകുട്ടിയെ പറ്റിയുള്ള ഹൈലൈറ്റ്സാണ്, അതിനെപ്പറ്റിയുള്ള വിവരണങ്ങളാണ് മാധ്യമങ്ങൾ നമുക്ക് പകർന്നത്. അല്ലാതെ 140 വർഷത്തിൽ ഒരിക്കൽ മാത്രം നടക്കുന്ന ഈ ആഘോഷത്തിൻ്റെ പരിപാവനത്തെ പറ്റിയോ ഇതിൻ്റെ പിന്നിലെ ആചാരങ്ങളെ പറ്റിയോ, ഹിന്ദു വിരാട് രൂപമാണ് അവിടെ നമ്മൾ കാണുന്നതെന്ന് പറയുന്നു. എന്താണ് ഈ അവിടുത്തെ ആചാരങ്ങളുടെ പ്രത്യേകത? ഇതിനെപ്പറ്റി ഏതെങ്കിലും ഒരു മാധ്യമം നമുക്ക് ഏതെങ്കിലും ഒരു ദിവസത്തെ, അല്ലെങ്കിൽ ഇതിൻ്റെ പേരിൽ ഒരു പ്രത്യേക പതിപ്പിറക്കിയോ, അല്ലെങ്കിൽ ഏതെങ്കിലും ചാനൽ അതിൻ്റെ പേരിൽ ഒരു പ്രത്യേക എഡിഷൻ ഇതിനു വേണ്ടിയിട്ട് നീക്കി വെച്ചോ നമ്മളെ പഠിപ്പിച്ചിട്ടില്ല. ഇതാണ് അപ്രോച്ച്, സനാതന ധർമ്മത്തോടുള്ള അപ്രോച്ച്. ഇതിനെപ്പറ്റി എങ്ങനെ പരിഹാസ്യമാക്കാം ഈ ആഘോഷത്തെ, ഈ ആചാരത്തെ എന്നുള്ളതാണ്. ഇത് വളരെ അപരിഷ്കൃതമാണ് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള പ്രചാരവേലകളാണ് നടക്കുന്നത്. നേരത്തെ ഈ അപകടം നടക്കുന്നതിന് മുമ്പ് നമ്മുടെ മാധ്യമങ്ങൾ അവിടെ ഇല്ല എന്നല്ല, അവരവിടെ ഉണ്ടായിരുന്നു. അവരുടെ അന്നത്തെ ജോലി മുഴുവൻ ഇവിടെ നിന്നുള്ള നെഗറ്റീവ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കാഴ്ചകളും അതിൻ്റെ വാർത്തകളും തപ്പിയെടുക്കുക എന്നുള്ളതായിരുന്നു. ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന അതാണ്. ഇപ്പോൾ
അവിടെ പോസിറ്റീവായിട്ട് ഈ കാര്യങ്ങളെ കാണുകയായിരുന്നുവെങ്കിൽ ചെയ്യേണ്ടിയിരുന്നത്, ഞാൻ ചോദിക്കുന്നത്, മൊണാലിസയുടെ പിന്നാലെ പോയവർ എന്തുകൊണ്ട് അഖില വിമലിൻ്റെ പിന്നാലെ പോയില്ല? ആവന്തിക ഭാരതി എന്ന പേരിൽ അവിടെ ഒരു യുവതി സന്യാസം സ്വീകരിച്ചു, അഭിഷേകം ചെയ്തു. അവരെപ്പറ്റി ഒരു ചെറിയ വാർത്ത വന്നു. ആ വാർത്ത വന്നത് അഖില വിമലിൻ്റെ വൈശിഷ്ട്യങ്ങൾ പറഞ്ഞുകൊണ്ടല്ല, അവർ നിഖില വിമൽ എന്ന ചലച്ചിത്ര നടിയുടെ ചേച്ചിയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. യഥാർത്ഥത്തിൽ ഈ പെൺകുട്ടി എന്താണ്, ആരാണ് എന്നുള്ളത് ചെയ്തു കഴിഞ്ഞാൽ, അതിനെപ്പറ്റി ഒരു വാർത്ത ചെയ്തു കഴിഞ്ഞാൽ അത് നല്ലൊരു ഹ്യൂമൻ സ്റ്റോറി ആവും. അതിലെ കാര്യം പോയിട്ടില്ല. എനിക്ക് ആ കുട്ടിയെ ഒരു 12ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ, +2 പഠിക്കുമ്പോൾ മുതൽ എനിക്ക് ആ കുട്ടിയെ അറിയാം. ആ കുട്ടി മാക്കുലർ ഡീജനറേഷൻ എന്ന് പറഞ്ഞ അത്യപൂർവമായിട്ടുള്ള ഒരു നേത്രരോഗം ബാധിച്ച ഒരു പെൺകുട്ടിയായിരുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം പെട്ടെന്ന് ക്ലാസ്സിൽ വളരെ മിടുക്കിയായിരുന്ന കുട്ടി ക്ലാസ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും, പെട്ടെന്ന് ആ കുട്ടിക്ക് കണ്ണിന് എന്തോ ഒരു അസ്വസ്ഥത തോന്നുന്നു, പെട്ടെന്ന് അതിൻ്റെ കാഴ്ചയ്ക്ക് എന്തോ മങ്ങലുണ്ടാവുന്നു. അത് നമ്മുടെ ദക്ഷിണേന്ത്യയിൽ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ശങ്കര നേത്രാലയത്തിൽ പരിശോധനയ്ക്കായിട്ട് ചെല്ലുന്നു. അവിടെ ചെല്ലുമ്പോൾ അവർ പറയുന്നു, മോഡേൺ മെഡിസിൻ ഒന്നും ചെയ്യാൻ പറ്റില്ല, നിങ്ങൾക്ക് ആന്ധ്യം ബാധിക്കുകയാണ്, നിങ്ങൾ പരിപൂർണ്ണ ആന്ധ്യയാകാൻ പോവുകയാണ്, ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഈ രോഗത്തിന് ചികിത്സയില്ല, ആധുനിക വൈദ്യശാസ്ത്രത്തിൽ ചികിത്സയില്ല എന്ന് പറഞ്ഞ് അവർ കൈയൊഴിയും. അങ്ങനെ കൈയൊഴിഞ്ഞ വേളയിൽ അവിടെ ഒരു ജൂനിയർ ഡോക്ടർ ഈ കുട്ടിയോട് പറഞ്ഞു, ഞാൻ പറഞ്ഞു എന്ന് പറയണ്ട, നിങ്ങൾ ശ്രീധരീയം എന്ന് പറഞ്ഞ കേരളത്തിലെ ആശുപത്രിയിൽ പോയി നോക്കുക, ഒരു പരീക്ഷണം എന്നുള്ള നിലയ്ക്ക് കണ്ടാൽ മതി, പോയി നോക്ക് എന്ന് പറഞ്ഞ് ആ കുട്ടിയെ പറഞ്ഞയക്കുന്നു. അങ്ങനെ അവിടെ വെച്ചാണ് ഞാൻ ഈ കുട്ടിയെ കാണുന്നത്. അവിടെ നേത്രധാരയും ശിരോവസ്ഥയും അടക്കമുള്ള പാരമ്പര്യമായ കുറേ ചികിത്സകളൊക്കെ ചെയ്തു. ആ കുട്ടിക്ക് കുറച്ച് ചെറിയ രീതിയിലുള്ള അസുഖത്തിന് ഭേദമുണ്ടായി. പക്ഷേ പിന്നീട് വീണ്ടും പല സ്ഥലങ്ങളിലുള്ള ആയുർവേദ ചികിത്സകളിലൂടെ ആ കുട്ടിയുടെ കാഴ്ച തിരിച്ചു കിട്ടി. ഇതൊരു വാർത്തയാണ്. കാരണം മോഡേൺ മെഡിസിൻ പാടെ കൈയൊഴിഞ്ഞ ഒരു അസുഖം, ആ കുട്ടി ആയുർവേദ ചികിത്സ കൊണ്ട് അതിന് കാഴ്ച തിരിച്ചു കിട്ടി എന്നുള്ളതൊരു വാർത്തയാണ്. അതിനപ്പുറമുള്ള സംഭവം എന്ന് പറയുന്നത്, ഇതിന് കാഴ്ചയില്ലാത്ത സമയത്ത് ഹയർ സെക്കൻഡറി പാസ്സായ കുട്ടി ഇതിന് അഡ്മിഷൻ വേണമെന്ന് പറഞ്ഞ് എന്നെ സമീപിക്കുന്നു. ആ സമീപിച്ച സമയത്ത് ഞാൻ അന്ന് കൊച്ചിയിലെ മാതൃഭൂമിയുമായി ബന്ധപ്പെട്ടിട്ട് ഈ കുട്ടിക്ക് കൊച്ചിയിൽ അഡ്മിഷൻ മേടിക്കൊടുത്തു, ഡിഗ്രിക്ക് ലിറ്ററേച്ചറിന്. അവിടെ നിന്ന് മികച്ച മാർക്കോടുകൂടി ആ കുട്ടി പാസ്സായിട്ട് നമ്മുടെ ഇന്ത്യയിലെ മികച്ച വിദ്യാർത്ഥികൾ മാത്രം പഠിക്കുന്നു എന്ന് കരുതുന്ന JNUവിൽ അതിന് അഡ്മിഷൻ കിട്ടി. JNUവിൽ ആ കുട്ടി PG ചെയ്തു. അതിനുശേഷം അവിടെ ഗവേഷണം ചെയ്തു. ആ ഗവേഷണം നമ്മുടെ ഫോക്ലോർ ആർട്ടിനെ പറ്റിയൊക്കെ ആയിരുന്നു. ആ സമയത്ത് അവൾ വീണ്ടും വന്ന് പടയണിയെപ്പറ്റി പഠിക്കണം, പടയണിയെപ്പറ്റി ഗവേഷണത്തിൽ പടയണി ഒരു വിഷയമാണ് എന്ന് പറഞ്ഞ് വന്നിട്ട് കടമനിട്ട വാസുദേവൻപിള്ള സാറുമായിട്ട് ബന്ധപ്പെടുത്തി അങ്ങനെ അതിനെപ്പറ്റിയുള്ള ഗവേഷണങ്ങളൊക്കെ നടത്തി. ആ രീതിയിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ആ കുട്ടിക്ക് പോസ്റ്റ് ഡോക്ടർ ഫെല്ലോ ആയിട്ട് കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് സ്കോളർഷിപ്പോട് കൂടി പഠിക്കാനുള്ള അവസരം ലഭിച്ചു. ആ കുട്ടി അമേരിക്കയിലായിരുന്നു. അവിടെ നിന്ന് വന്ന് ഏതാണ്ട് 2-3 മാസമേ ആയിട്ടുള്ളൂ. എന്നിട്ടാണ് പ്രയാഗിൽ പോയി ആ കുട്ടി സന്യാസം സ്വീകരിച്ചിരിക്കുന്നത്. ഇത്രയും വളരെ എഫിഷ്യൻ്റായിട്ടുള്ള, ബ്രില്യൻ്റായിട്ടുള്ള, പഠിപ്പുള്ള, പല രീതിയിൽ സവിശേഷതകൾ പറയാനുള്ള ആ ഒരു കുട്ടിയുടെ സന്യാസ പ്രവേശത്തെപ്പറ്റി ഒരക്ഷരം നമ്മുടെ മാധ്യമങ്ങൾക്ക് കണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടില്ല.